ആലപ്പുഴ കളർക്കോട് 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയത് വാഹനത്തിന്റെ കാലപ്പഴക്കവും ഓവർലോഡുമെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. വാഹനമോടിച്ച വിദ്യാർത്ഥിയുടെ ഡ്രൈവിംഗ് പരിചയക്കുറവും അപകടത്തിലേക്ക് നയിച്ചിരിക്കാമെന്ന് സ്ഥലപരിശോധന നടത്തിയ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വാഹനമോടിച്ച വിദ്യാർത്ഥിക്ക് ലൈസൻസ് ലഭിച്ചിട്ട് 2 മാസം മാത്രമേ ആയിട്ടുള്ളൂ. KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ച് ഇന്നലെ രാത്രിയാണ് അപകടം. 11 പേരാണ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ടവേര കാറിൽ ഉണ്ടായിരുന്നത്. റോഡ് മാർക്കിങ്സ് കിട്ടാൻ വലിയ പാടി. എത്രത്തോളം ഇദ്ദേഹം ബ്രേക്കിൻ്റെ ആപ്ലിക്കേഷൻ നടത്തിയെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു തർക്ക വിഷയം. ബ്രേക്ക് ചവിട്ടാനുള്ള സാഹചര്യവും സമയവും ഈ KSRTCക്ക് കിട്ടിയിട്ടില്ലെന്ന് തന്നെ ബോധ്യപ്പെടുന്നത്. പിന്നെ ആൻറ്റി ബ്രേക്ക് ലോക്കിംഗ് സംവിധാനമുള്ള വണ്ടി അല്ല അത്. അതുകൊണ്ട് തന്നെ വീല് ലോക്കായിട്ടുണ്ട്. വീല് ലോക്കായി കഴിഞ്ഞാൽ പിന്നെ അത് ഡ്രാഗ് ചെയ്യും വണ്ടി. പിന്നെ ഡ്രാഗ് ചെയ്താണ് ഇടിച്ചിരിക്കുന്നത്. ഫസ്റ്റിൽ ഇടിച്ചിരിക്കുന്ന ഹിറ്റ് പോയിൻ്റ് ആ വണ്ടിയുടെ കോ ഡ്രൈവറിൻ്റെ മുകളിലായിട്ട് വരുന്ന ആർച്ച് ഭാഗത്താണ് വണ്ടി ഇടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ടോപ്പ് വുഡ് അകത്തേക്ക് ഇരുത്തിയിരിക്കുന്നത്. ഏറ്റവും ഡാമേജ് കിട്ടിയിട്ടുള്ള കോ ഡ്രൈവർക്കായിരിക്കും. ഇവരുമായിട്ട് സംസാരിച്ചപ്പം അവിടെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഡ്രൈവർ പറയുന്നത് ഒരാളെ ഉണ്ടായിരുന്നുള്ള. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഈ ഇമ്പാക്റ്റിൽ ഫ്രണ്ടിലേക്ക് വന്നു കാണും. തലയുമായിട്ടൊക്കെ കൂട്ടിയിടിക്കുക, അതിൻ്റെയൊക്കെ സാഹചര്യങ്ങളുണ്ട്. ഡ്രൈവർ സേഫായത് ഇതിങ്ങനെ വണ്ടി ടെസ്റ്റ് ആയതുകൊണ്ടാണ്. ടെസ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ ഡയറക്റ്റ് കൊളീഷനായനെ. കുറച്ചുകൂടെ ഒരടിയും കൂടെ അല്ലെങ്കിൽ 1 മീറ്റർ കൂടെ കിട്ടിയിരുന്നെങ്കിൽ വണ്ടി തെന്നിപ്പോയാൽ നമുക്കിതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ പറ്റിയേനെ. ഇത് ഇമ്പാക്റ്റ് ഒന്നും നഷ്ടപ്പെട്ടില്ല. അതായത് എല്ലാം വണ്ടി തന്നെ കിട്ടി. എല്ലാം കിട്ടിയത് ആ വണ്ടിയിലുമാണ്. ഇത് അപ്പർ ബോഡി ഉള്ളൊരു വണ്ടി ആയതുകൊണ്ട് ഈ കിട്ടിയത് ഒന്നും ഒഴിവായില്ല. വണ്ടി തെറിച്ചു പോയായിരുന്നെങ്കിൽ കുറച്ച് ഇമ്പാക്റ്റ് കുറഞ്ഞേനെ. അതിനൊന്നും സാഹചര്യം ഉണ്ടായില്ല. മഴ ഒരു പ്രധാന ഘടകമായി. സ്കിഡിങ്ങിൻ്റെ പ്രധാന ചാൻസ് വന്നത് മഴയാണ്. പിന്നെ ആൻറ്റി ലോക്കിംഗ് സംവിധാനമുള്ള വണ്ടിയല്ല. ഇതിൽ ലോക്കായാലും ഈ പ്രശ്നമുണ്ട്. ഇതിൽ ലോക്കാതിരിക്കാനാണ് വിട്ട് പിടിക്കുന്നത്. ഈ കേസിൽ ആ സാഹചര്യം ഉണ്ടായിരുന്നില്ല. പരിചയക്കുറവുണ്ടാവും. 10-20 വയസ്സുള്ള പയ്യെന്ന് പറയുമ്പം 2 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ലൈസൻസ് ഇതുവരെ നമ്മളെ കാണിച്ചിട്ടില്ല. അത് ചോദിച്ചിട്ടുണ്ട്. 18 വയസ്സേ ഉള്ളൂ അല്ലേ? അതായത് 1-ാം വർഷം MBBS വരിക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 20 വയസ്സ് നമുക്ക് പരമാവധി കൂട്ടാം. ഇതിൻ്റെ ലൈസൻസ് ഇതുവരെ ഞങ്ങൾക്ക് വിധേയമാക്കിയിട്ടില്ല. അത് നോക്കിയിട്ട് അതിനെക്കുറിച്ച് പറയാം. അത് ഡോക്യുമെൻറ്റേഷൻ സൈഡ് ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ അത് വണ്ടി ആരുടെയാണ്, അത് എന്തിന് ഇവരെടുത്തു, ഇത് ഏത് ബേസിലാണ് ഇതിൽ ഉപയോഗിച്ചത്, എന്താണ് ഇവരുമായിട്ടുള്ളൊരു നെക്സസ്, അത് മറ്റൊരു തരത്തിൽ അന്വേഷിക്കേണ്ട വിഷയമാണ്. വാഹനത്തിൻ്റെ ഫിറ്റ്നസ് 15 വർഷത്തേക്കുള്ള സ്വകാര്യ വണ്ടിയല്ലേ. ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് വാലിഡ്. 2-ാം മാസം വരെ ഇൻഷുറൻസ് വാലിഡാണ്. തേർഡ് പാർട്ടി ആയിരിക്കും ഇൻഷുറൻസ് ഉണ്ടാകുന്നത്. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.